നീ കഴുകനെപ്പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. ഈ ബൈബിൾ വചനം നിരവധി പേർ ഏറ്റുചൊല്ലിയ സ്റ്റാറ്റസും പോസ്റ്റുമാക്കിയ ദിവസമാണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാമഭ്രാന്തൻ തല്ലിച്ചതച്ച ഒരു സ്ത്രീ കൂടി ആ ട്രോമയിൽ നിന്ന് പുറത്തു കടക്കുന്നു. നീതിക്കായി നിയമയുദ്ധത്തിന് തയ്യാറാകുന്നു. അതിജീവിതമാർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കും വിധം ആ സൈക്കോ ക്രിമിനലിനെ പഴുതടച്ച് അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു കേരള പോലീസ്. ഞെട്ടിക്കുന്നതാണ് പരാതിയിലെ ആരോപണങ്ങൾ. സ്നേഹം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിക്കുന്നു, പിന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഈ പതിവ് രീതികൾക്ക് തന്നെയാണ് രാഹുൽ ഈ സ്ത്രീയോടും കാട്ടിയിരിക്കുന്നത്. അതിനുപയോഗിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവിയും. രാഹുലിനെതിരെ എല്ലാം ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറയാൻ ഇന്ന് ഇതുവരെ ആരും എത്തിയില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് രാഹുലിനെ പാലക്കാടിന് മേൽ കെട്ടിവെച്ച നേതാക്കൾ ഇതുപോലൊരു ജനപ്രതിനിധിയെ പേറുന്നതിൽ ആ നാട് ഖേദിക്കുന്നത് കാണുന്നുണ്ടോ? ഈ കാമഭ്രാന്തന് കോൺഗ്രസ് കയ്യിൽ വെച്ചുകൊടുത്ത MLA സ്ഥാനം ഇനി എങ്ങനെ തിരിച്ചെടുക്കും?